Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ പ്രോബബിലിറ്റി എന്നും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് വരുന്ന മാർജിനൽ ഡിസ്ട്രിബ്യൂഷനും പിന്നെ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസും പിന്നെ കൂടാതെ എക്സ്പെക്ടേഷൻ ഓഫ് മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾസ് i.i.d റാൻഡം വേരിയബിൾസ് പ്ലസ് സെൻട്രൽ ലിമിറ്റ് തിയറം. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ രണ്ട് റാൻഡം വേരിയബിൾസ് സേ എക്സ് ആൻഡ് വൈ, അതിന്റെ രണ്ടിന്റെയും ജോയിന്റ് ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കലി പറയുവാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നോട്ട് ചെയ്യണേ, ബൈവേരിയേറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. അതായത് ഇതൊരു ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വിത്ത് ടു വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ എക്സ് ആൻഡ് വൈ. ഇതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഗിവ്സ് പ്രോബബിലിറ്റീസ് ഫോർ സൈമൾട്ടേനിയസ് ഔട്ട്കംസ് ഓഫ് ദി ടു റാൻഡം വേരിയബിൾസ്. എക്സിന്റെയും വൈയുടെയും സൈമൾട്ടേനിയസ് ഔട്ട്കമിന്റെ പ്രോബബിലിറ്റീസ് കാണാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഒന്ന് എങ്ങനെയാണ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എന്താണ് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ്. ഐ ആം ടേക്കിംഗ് എക്സ് ആൻഡ് വൈ ആസ് എക്സാമ്പിൾസ്. സേ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ആൻഡ് വൈ ഈസ് എ റാൻഡം വേരിയബിൾ. ഇതിനെ ഞാനൊരു പെയർ ആയിട്ട് ഇങ്ങനെ എഴുതുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. റാൻഡം വേരിയബിൾസ് ഇൻ എ 2D സ്പേസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ ഒരു ടേബിൾ കാണുന്നുണ്ടല്ലോ, ഒരു ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓഫ് ടോസിങ് എ tails if you flip a coin 3 times. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇതിനകത്ത് എക്സ് എന്ന് പറയുന്നത് റോ വൈസ് ആണ് വരുന്നത്. വാല്യൂസ് 0, 0, 1, 2, 3 അങ്ങനെ വാല്യൂസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അത് ടോട്ടൽ നമ്പർ ഓഫ് ടോസസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ കോളം വൈസ് നോക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടോസസ് ടു ഗെറ്റ് ദ ഫസ്റ്റ് ടെയിൽസ്. അതും 0, 1, 2, 3 വരെ വരുന്നുണ്ട്. സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് കിട്ടും. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് വൈ കിട്ടും. കോളം വൈസ് ഉള്ള സം എടുക്കുവാണെങ്കിൽ കേട്ടോ. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? മൊത്തത്തില് എഫ് ഓഫ് എക്സ് കോമ വൈ, അതായത് എക്സിന്റെയും വൈയുടെയും ഇന്റർസെക്ഷൻ, ക്യാപിറ്റൽ ആണ്, എക്സിന്റെയും വൈയുടെയും ഇന്റർസെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന സോ കോൾഡ് ജോയിന്റ് പ്രോബബിലിറ്റീസ്. ഇനി ഈ എല്ലാ സെല്ലിലെയും പ്രോബബിലിറ്റീസ് തമ്മിൽ സം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആയിരിക്കും കിട്ടുക എന്നുള്ളത് നിങ്ങൾ എന്നെ നോക്കിക്കേ. ഈ ഒരു എക്സിന്റെയും വൈയുടെയും ഇന്റർസെക്ഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് 1/8 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, 1/4 വരുന്നുണ്ട്. 1/8 എന്ന് പറയുന്നത് 1, 2, then 3, 4, 5, 6 ടൈംസ് വരുന്നുണ്ട്. 6/8 അപ്പൊ വാല്യൂ വരും. പ്ലസ് ഒരു 1/4 വരുന്നുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് കിട്ടുക? 3, 4, 4/4 is equal to 1. ഓക്കെ, സോ പ്രോബബിലിറ്റീസ് ഇൻ ഓൾ സെൽ, ഈ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണ്. ഇനി രണ്ട് ടൈപ്പ് റാൻഡം വേരിയബിൾസ് ഉണ്ട്, ഡിസ്ക്രീറ്റും അതുപോലെ തന്നെ കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പോസിബിൾ ആയിട്ടുള്ള എന്ത് ടൈപ്പ് വാല്യൂ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇനി നമുക്ക് 2 ഡയമെൻഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഒന്ന് എഴുതി നോക്കാവേ. ജനറൽ ഫോം നമുക്ക് എഴുതി നോക്കാം. എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു probability of -infinity less than x less than or equal to x comma -infinity. x ന്റെ വാല്യൂ ഇതിന്റെ ഇടയിലാണ് കിടക്കുന്നത് എന്ന് നോക്കണേ. -infinity less than y less than or equal to y. ഓക്കെ, ഇതാണ് നമ്മുടെ 2D ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസും. നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് നോക്കാം, ഓരോന്ന് ഡിഫൈൻ ചെയ്തു പോവാം ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഗിവൺ ബൈ
f of x comma y is equal to sigma I is equal to infinity to x. Then sigma summation ആണ് ചെയ്യുന്നത്. J is equal to minus infinity to y. Then Pij, probability of ij. Okay. Where ഇത് നോട്ട് ചെയ്യണേ, where Pij is the probability mass function. Pij എന്ന് പറയുന്ന probability mass function. ഇതെങ്ങനെ എഴുതുക വെച്ചാല് ഈ probability mass function Pij നമ്മൾ എഴുതുന്നത് it is given as probability of x is equal to xi, comma y is equal to yj. Okay. For example, ഇപ്പോ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ say I is equal to 1 and j is equal to 2 ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? P12 is equal to P of x is equal to x1 and y is equal to y2 എന്ന് എഴുതാലോ. പക്ഷേ ഇത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ ഒരു രണ്ട് കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്, Pij must be greater than or equal to 0. Then second condition, sigma I is equal to minus infinity to infinity. And again summation എടുക്കുവാണ് നമ്മൾ. J is equal to minus infinity to infinity. Pij is equal to 1. Okay. അതാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ സ്ലൈഡിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാ സെൽസിലെയും കൂടെ പ്രോബബിലിറ്റീസ് സം അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം, ഈ ജോയിൻ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിൽ കൂടെയും. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഓക്കെ. സോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതിച്ചു? എഫ് ഓഫ് എക്സും വൈയും വരുന്നുണ്ട് നമുക്ക്. സോ ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? കണ്ടിന്യൂസ് ആണ്. സോ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്, അഗെയിൻ ഫൈൻഡിങ് ഇന്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു y. Then f of xy dx dy. Okay. Where എങ്ങനെ എഴുതാം നമുക്ക്? Where f of xy എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കണം. നേരത്തെ Pij എന്ന് പറയുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയിരുന്നു, ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കണം. ഈ ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ മാർജിനലും ആവാം, അതുപോലെ തന്നെ കണ്ടീഷണലും ആവാം. ഓക്കെ. അതിനകത്ത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ. either x or y. x ഉം y ആണ് നമ്മുടെ രണ്ട് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ്. ആ കേസിൽ ഇതിലെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ when considering all possible values of the other variable. അതായത് എക്സിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ എന്ത് ചെയ്യണം? വൈയുടെ ഓൾ പോസിബിൾ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യണം. വൈയുടെ ആണെങ്കിൽ നേരെ തിരിച്ച് എക്സിന്റെ എല്ലാ പോസിബിൾ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ജനറൽ ഫോർമാറ്റ് എഴുതാം നമുക്ക്. fx of x is equal to probability of minus infinity less than x less than or equal to x, comma വൈയുടെ വാല്യൂ കിടക്കുന്നത് എവിടെയായിരിക്കും? ഇത് എക്സിന്റെ ആണ് നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത്. എക്സിന്റെ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈയുടെ എല്ലാ പോസിബിൾ വാല്യൂസും കൺസിഡർ ചെയ്യണം. സോ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ വൈ ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇൻ കേസ് വൈ ആണ് നമ്മൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ്
മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എന്തെഴുതാൻ പറ്റും ഇൻഫിനിറ്റി. ആൻഡ് ഇൻ കേസ് ഓഫ് വൈ എങ്ങനെയായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ വൈ ദെൻ ലെസ് ദാൻ വൈ. ഇതാണ് ജനറൽ ഫോമാറ്റ് വരുന്നത്. ഇനി ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കാം നമുക്ക്. അതായത് എക്സ് ഓവർ എക്സ് എന്ന് പറയുമ്പോൾ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി അല്ലെ, മൈനസ് ഇൻഫിനിറ്റി അല്ലെ, യെസ്, മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്, എക്സിന്റെ ആവും മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് കാണുന്നു. ദെൻ സമ്മേഷൻ ഓഫ് എന്ത് വേണം? ജെന്റത്. കൺസിഡർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് വൈ ആണ് ഇവിടെ വേണ്ടത്. സോ ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി പി ഐ ജെ എന്ന് പറയാം. ഇതിനെ നമുക്കപ്പോ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് പി ഐ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി വൈയുടെ കേസിലായിരുന്നെങ്കിൽ എങ്ങനെയായേനെ? എഫ് വൈ ഓഫ് വൈ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. കാരണം വൈ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്ന വേരിയബിൾ എങ്കിൽ മറ്റേ വേരിയബിളിന്റെ ഓൾ പോസിബിൾ വാല്യൂസും എടുക്കണം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അഗെയിൻ സമ്മേഷൻ ഓഫ് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു എന്താ പറയാ വൈ, ദെൻ പി ഐ ജെ. This is equal to sigma j is equal to minus infinity to ഏതായിരിക്കും? y, then p j. ഇതിനകത്ത് ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പി ഐയും പി ജെയും രണ്ട് റാൻഡം വേരിയബിൾസ് ഇതിൽ ഏതാണ് ഇൻഡിപെൻഡന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. സോ അതെങ്ങനെയാ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക വെച്ചാല്, സേ നമ്മുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഐ ജെ ഇസ് ഈക്വൽ ടു പി ഐ ഇൻറ്റു പി ജെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഇംപ്ലൈസ് നമ്മുടെ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ് ആർ ഇൻഡിപെൻഡന്റ് ടു ഈച്ച് അതർ. അതർവൈസ് അതായത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ എന്താണ്? ദേ ഡിപ്പെൻഡന്റ് ടു ഈച്ച് അതർ. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്തേക്കണേ. നമ്മുടെ നോട്ട്സിനകത്ത് ഇതിലും ഈസി ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ വേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വരാനുള്ള യാതൊരു ചാൻസും ഇല്ല. ഈസി ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവും. ഇനി മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. ഡിസ്ക്രീറ്റ് പഠിച്ചു. ഇനി നമ്മുടെ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എഫ് എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. കാരണം എക്സിൻ്റെതാണ് നമ്മൾ കാണുന്നത് അല്ലെ. അതിന്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൈയുടെ ഓൾ പോസിബിൾ വാല്യൂസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ദെൻ ഡി വൈ. ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്? ഇന്റഗ്രൽ എങ്ങനെയായിരിക്കും? മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് അല്ലേ വരിക? യെസ്, എക്സ് എഫ് എക്സ് ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് വൈ? വൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സിന്റെ കേസിൽ ഓൾ പോസിബിൾ വാല്യൂസ്. ദെൻ വൈയുടെ കേസിൽ എങ്ങനെയാണ്? മൈനസ് ഇൻഫിനിറ്റി ടു വൈ then f of x comma y dx dy. This is equal to integral minus infinity to y fi of y. ഇനി ഇതിനകത്ത് ഡിപ്പെൻഡൻസി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് എങ്ങനെയാ വെച്ചാല്, സി എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ കിട്ടുവാണെങ്കിൽ എന്താന്ന് പറയാം? നമുക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. അതർവൈസ് നോട്ട് ഈക്വൽ ആണെങ്കിൽ ഡിപെൻഡന്റ് ആണെന്ന് പറയാം അല്ലേ. സോ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് നേരത്തെ കേരള PSC നടത്തിയിട്ടുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാമിൽ നിന്നുള്ള
ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എ 2-dimensional റാൻഡം വേരിയബിൾ, 2-dimensional ആണ്, അപ്പോ ബൈവേരിയേറ്റ് ആണ്. ഓക്കെ, റാൻഡം വേരിയബിൾ എക്സും വൈയും ആണ് റാൻഡം വേരിയബിൾസ് വരുന്നത്. ഈസ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2. സോ ഗിവൺ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ y എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് എഴുതുവാണേ. നമുക്ക് മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് y കാണണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എക്സിന്റെ ഓൾ പോസിബിൾ വാല്യൂസിലും എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? കാരണം നമുക്ക് തന്നിട്ടുള്ളത് ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്, മാസ് ഫംഗ്ഷൻ അല്ല. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കണ്ടീഷണൽ ആണ് അല്ലേ? സോ ഗിവൺ എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു 2 സച്ച് ദാറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ എക്സ് ആയിക്കോട്ടെ. ഇനി മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ y, അത് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്? സേ എഫ് വൈ ഓഫ്, എങ്ങനെ എഴുതാം? y. ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ എങ്ങനെയായിരിക്കും? ഇന്റഗ്രേറ്റിംഗ് എഫ് ഓഫ് എക്സ് കോമ വൈ വിത്ത് റെസ്പെക്ട് ടു ആരായിരിക്കും? എക്സ് ഓവർ ദ റേഞ്ച് where y less than x less than 1. അപ്പൊ ഇത് എനിക്ക് എങ്ങനെയാണ് ചെയ്യാനായിട്ട് പറ്റുക? അപ്പൊ ഞാൻ എടുത്ത് എഴുതുവാണേ, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. സോ എഫ് വൈ ഓഫ് y is equal to integral y to 1 അല്ലേ? എഫ് ഓഫ് എക്സ് വൈ dx. ഇതെന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ y to 1. നമുക്ക് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട് 2 dx. ഇന്റഗ്രേഷൻ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാ വരിക? ദിസ് ഈസ് ഈക്വൽ ടു 2 into 1 minus y എന്നല്ലേ വരിക? അപ്പൊ എനിക്ക് എന്ത് പറയാം? 1 minus y ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് y എന്ന് പറയുന്നത് 2 into 1 minus y such that 0 less than y less than 1. കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ് വരുന്നത്? 2 into 1 minus y 0 less than y less than 1 വന്നത് ഏതിനകത്തായിരുന്നു? ബിക്ക് അകത്താണ് വന്നിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബി. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാ. എക്സ്പെക്ടേഷൻ ഓഫ് മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾസ്. ഇതിനകത്ത് 2 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സമ്മ് ചെയ്യുമ്പോഴും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും 2 റാൻഡം വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. expectation of x plus y is equal to expectation of x plus expectation of y. അതുപോലെ തന്നെ ഇൻഡു ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് എന്ത് പറയാം? expectation of x into expectation of y. ഈ 2 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് കഴിഞ്ഞ ADയുടെ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് expectation of x is 5 then expectation of x plus 2 is what? ആൻസർ വളരെ സിമ്പിൾ ആണ്. expectation of x 5 plus 2 7. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് i.i.d റാൻഡം വേരിയബിൾസ്, അതായത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റാൻഡം വേരിയബിൾസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു റാൻഡം വേരിയബിളിന്റെ ഒക്കറൻസ് മറ്റൊന്നിനെ അഫക്ട് ചെയ്യില്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ റാൻഡം വേരിയബിൾസ് x1 x2 അപ് ടു xn ഉണ്ടെന്ന് വിചാരിക്കാം. റാൻഡം വേരിയബിൾസ് x1 x2 അപ് ടു xn ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രോബബിലിറ്റി ഓഫ് x1 is equal to x1 x2 up to xn കൊടുത്തിട്ടുണ്ടല്ലോ. ദിസ് is equal to probability of x1 equal to x1 then probability of x2 equal to x2. അങ്ങനെ ആൻഡ് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് മെന്റ് ബൈ ഇൻഡിപെൻഡന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡന്റിക്കലി
ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് എല്ലാ റാൻഡം വേരിയബിൾസിനും സെയിം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് സെയിം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കുക. പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ ഒന്നുകൂടെ പിന്നെ ആഴത്തിൽ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനല്ല, ഈ പറയുന്ന റാൻഡം വേരിയബിൾസിനെല്ലാം സെയിം മീനും വേരിയൻസും അതുപോലെ തന്നെ മറ്റ് ഏതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ സെയിം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേ ഇപ്പൊ x1 x2 up to xn ഇതെല്ലാം i.i.d റാൻഡം വേരിയബിൾസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x അപ് ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ആയിരിക്കും. ഇതിനകത്ത് i.i.d റാൻഡം വേരിയബിൾസിനകത്ത്. പിന്നെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണേ, അത് നമ്മുടെ നോട്ടിനകത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഫോർ എനി സബ്സെറ്റ് ഓഫ് റാൻഡം വേരിയബിൾസ് ദെയർ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണേ നിങ്ങൾ. അതുപോലെ തന്നെ ഇതിന്റെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ വരുന്നുണ്ട്. നമ്മുടെ i.i.d റാൻഡം വേരിയബിൾസ് നമുക്ക് തന്നിട്ടുണ്ട് x1 x2 അപ് ടു xn വരെ. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ f of x ആയിരിക്കും. അതിന്റെ മീൻ എന്ന് പറയുന്നത് xi എന്ന് പറയുന്നത് മ്യൂ എന്നും വേരിയൻസ് ഓഫ് xi എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയറും ആയിരിക്കും. അത് പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് i.i.d റാൻഡം വേരിയബിൾസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. എന്താ വെച്ചാൽ ഇതൊന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, ഇത് റിപ്പീറ്റഡ്ലി ഞാൻ പറയുന്നില്ല, ആ എക്സാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇഫ് x1 x2 അപ് ടു xn ആർ i.i.d റാൻഡം വേരിയബിൾസ്, എക്സ്പെക്ടേഷൻ ഓഫ് സം എന്ന് പറയുന്നത് എന്തായിരിക്കും, n ഇൻറ്റു മ്യൂ. നെക്സ്റ്റ് വേരിയൻസ് ഓഫ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് n സിഗ്മ സ്ക്വയർ ആയിരിക്കും. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മ്യൂ ആയിരിക്കും. ഇനി നോക്കിക്കേ, നമുക്ക് എഡിന്റെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് x1 x2 അപ് ടു xn വരെയുള്ള ഇൻഡിപെൻഡന്റ്ലി ആൻഡ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് i.i.d റാൻഡം വേരിയബിൾസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം i.i.d റാൻഡം വേരിയബിൾസ് ആണ് വിത്ത് വേരിയൻസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് x1 x2 അപ് ടു xn ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു വാട്ട്, സം ഓഫ് വേരിയൻസ് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു n സിഗ്മ സ്ക്വയർ എന്ന് പഠിച്ചു. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്, v ഓഫ് x1 plus x2 plus etc plus xn divided by n equal to what, അതാണ് നമുക്ക് കാണണ്ടേ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, അതായത് 1/n whole square into variance of എന്തെന്ന് പറയാം, x1 plus x2 plus etc plus xn. This results in 1/n square into n sigma square. n cancel ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, സിഗ്മ സ്ക്വയർ ബൈ n, വിച്ച് ഈസ് ഓപ്ഷൻ ബി. ഇനി നമുക്ക് ഫൈനലി നോക്കാനുള്ള ഒരു ടോപ്പിക് ആണ് സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്നത്. തിയറം എന്താണെന്നൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ സ്റ്റേറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് സാമ്പിൾ മീൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ അപ്രോക്സിമേറ്റ് ആയിരിക്കും. സേ സാമ്പിൾ മീൻ എക്സ് ഡാഷ് ആണെങ്കിൽ എക്സ് ഡാഷ് എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ ഓഫ് എന്തായിരിക്കും, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിനകത്ത് മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ മീൻ, പിന്നെ സിഗ്മ സ്ക്വയർ പോപ്പുലേഷൻ വേരിയൻസ്, സാമ്പിൾസിന്റെ വേരിയൻസ് ആണ്. പിന്നെ n എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് കേട്ടോ. ഇനി ഇതിനകത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതായതുകൊണ്ടാണ് ഇവിടെ ഞാൻ അത് എടുത്ത് എഴുതിയിട്ടുള്ളത്. അതായത് ഒരു റൂൾ ഓഫ് തമ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് CLTക്ക് അകത്ത് വരുന്നുണ്ട്. അതായത് 30 സാമ്പിൾസിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിട്ടുള്ള സാമ്പിൾ സൈസിൽ
ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും സെൻട്രൽ ലിമിറ്റ് തിയറം. ഇനി അതാണ് ഇവിടെ പറഞ്ഞത് ലാർജർ n പ്രൊവൈഡ്സ് എ ബെറ്റർ അപ്രോക്സിമേഷൻ. പിന്നെ സ്റ്റാൻഡേർഡ് എറർ അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ √n. ഈ ഒരു ഫോർമുലയും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണേ. ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് നമ്മൾ നോട്ടില് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽസിനകത്ത്. അപ്പൊ നിങ്ങൾ അതൊന്ന് കവർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റിയുടെ ചാപ്റ്ററിന് 12 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. ഈസി ആയിരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം. ADന്റെ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് എല്ലാം അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രോബബിലിറ്റിയുടെ പോർഷൻസ് ഇതോടുകൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. ആസ് യൂഷ്വൽ ഈവൻ ഒരു 1 or 2 days എടുക്കുവാണെങ്കിൽ കൂടിയും നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ദ ചാനൽ പ്ലീസ്. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.